ഓൾവേസ് ഒരു ദുൽഖർ ഫാനാണ് ഞാൻ എവിടെ ചെന്നാലും ഈ ആൻറ്റി എന്നെ പിടിക്കും. നമ്മളെ മനഃപൂർവ്വം ടീസ് ചെയ്യും ജെൻഡർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ. നീ എന്താ കല്യാണം കഴിക്കാത്തേ? ഞാനൊക്കെ പോലും ചില ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ കാണുമ്പോൾ കൊതിച്ച് നിൽക്കും. എന്തൊരു ഭംഗി. നിങ്ങളുടെ പേരൻസ് ആണെങ്കിലും വളരെ തെറ്റാണെന്ന് തോന്നിയാൽ നമുക്കത് ചോദ്യം ചെയ്യാം. നെഗറ്റീവ് പീപ്പിളിനെ നമുക്ക് രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. പ്രണയബന്ധം ഒരാളുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ലവ് ഹാസ് നോ ഏജ്, നോ ജെൻഡർ, നോ ബൗണ്ടറീസ്. ഓരോ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും ജീവിതം ബുദ്ധിമുട്ടും വെല്ലുവിളികളും നിറഞ്ഞതാണ്. അത് പലർക്കും പല രീതിയിലുള്ള ചാലഞ്ചസ് ആണെന്ന് മാത്രം. എഴുത്തുകാരി, മോഡൽ, അവയ്ക്കെല്ലാം പുറമെ ഒരു ആക്ട്രസ് കൂടിയാണ് ശീലാവതി. ഒരു ഷോർട്ട് മൂവി പോലെയാണ്. ഞാൻ അഭിനയിച്ച സിനിമ പിക്സേലിയ, അത് 2018 ഞാൻ കണ്ടത് ശീലാവതി. അത് ലേറ്റസ്റ്റ് വർക്കാണ്. പിന്നെ സിനിമ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ലിറ്ററേച്ചർ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ പുസ്തകങ്ങളെക്കാൾ കൂടുതൽ ഞാൻ പുസ്തകം വായന വളരെ കുറവാണ്. റൈറ്റർ ആയതുകൊണ്ട് നമ്മൾ നിറയെ പുസ്തകങ്ങൾ വായിക്കണമെന്നില്ല. പക്ഷെ സിനിമകൾ ഒരുപാട് കാണും. ഇപ്പോൾ അന്യഭാഷാ സിനിമകൾ ഒത്തിരി കാണുന്നു. മലയാളമല്ല, കൂടുതലും അന്യഭാഷാ സിനിമ മലയാളം കാണാറുണ്ട്. ഏതാണ് ഇപ്പം ആക്ട് ചെയ്യണം എന്ന് ആഗ്രഹമില്ലേ? അതിനുവേണ്ടി ട്രൈ അത്ര ആഗ്രഹം ഇല്ല. അതൊക്കെ ഇങ്ങനെ ഈ മോഡലിംഗ് ചെയ്തപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാ, അല്ലാതെ ഒരു അതിനുവേണ്ടി ട്രൈ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യില്ല. പാഷനേറ്റ് ഒന്നുമല്ല. പാഷനേറ്റ് ആക്ട്രസ് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല. എങ്കിലും മൂവി ഭയങ്കര ഇഷ്ടമല്ലേ? മൂവി ഭയങ്കര ഇഷ്ടം. ഇഷ്ടപ്പെട്ട മൂവി ഏതാ? ഇഷ്ടപ്പെട്ട മൂവി ഡയറക്ടർ ഒക്കെ പറയുമ്പോൾ എനിക്ക് ഐ റിയലി ലൈക്ക് യോർഗോസ് ലാന്തിമോസ് മൂവീസ്. ലാന്തിമോസിന്റെ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് മൈ ഫേവറേറ്റ് മൂവി ഡയറക്ടറാണ് യോർഗോസ് ലാന്തിമോസ്. ആൻഡ് എമ്മ സ്റ്റോൺ ഈസ് ഓൾസോ മൈ ഫേവറേറ്റ് ആക്ട്രസ്. അപ്പോൾ ഇവരുടെ ഒരു കൊളാബറേഷനിലുള്ള മൂവികളൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ലൈക്ക് കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ്, പുവർ തിങ്സ്, ഓൾസോ ബഗോണിയ, അതൊക്കെ ഫേവറേറ്റ് മൂവീസാണ്. പിന്നെ ഇപ്പോൾ ലാന്തിമോസിൻ്റെ മൂവീസിൽ ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് മൈ മോസ്റ്റ് ഫേവറേറ്റ് വൺ ഡോഗ് ടൂത്ത്. ഐ ഹാവ് വാച്ച്ഡ് ഇറ്റ് മോർ ദാൻ ട്വൈസ്. ഞാൻ അങ്ങനെ 2 തവണയിൽ അധികം കണ്ട മൂവീസ് കുറവാണ്. ഡോഗ് ടൂത്ത് ഈസ് മൈ ഫേവറേറ്റ് മൂവി. പിന്നെ മലയാളത്തിലുമുണ്ട്. മലയാളത്തില് നസ്ലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഉള്ള ആൾക്കാരിൽ ഓൾവേസ് ഒരു ദുൽഖർ ഫാനാണ് ഞാൻ. പക്ഷെ ഇപ്പൊ പുതിയ ആൾക്കാരിൽ നസ്ലിനെ വളരെ ഇഷ്ടം. നമ്മൾ അന്യഭാഷാ സിനിമകൾ കാണുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകളുമായിട്ട് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സിമിലാരിറ്റീസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് നടൻ ഒരു നടനുണ്ട്. അദ്ദേഹം വളരെ എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മൂവീസ്. ടിംതി ഷാൽമെ എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ട്. അപ്പോൾ ടിംതി ആൻഡ് നസ്ലിൻ ഹാവ് സിമിലർ എനർജി ഓൺ സ്ക്രീൻ. I'm not talking about just facial similarities. Their charm, their charisma, their beautiful screen presence, their subtle acting skills. Watching one often reminds me of the other. ഇപ്പോൾ ടിംതിയുടെ മൂവീസ് എല്ലാവർക്കും അറിയുന്ന ഒരു മൂവി കോൾ മീ ബൈ യുവർ നെയിം ആണ്. അത് അദ്ദേഹത്തിൻ്റെ പഴയ മൂവിയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ വർക്കാന്ന് തോന്നുന്നു. പക്ഷേ ഈ റീസെൻ്റ്ലി ഒരു മൂവി ഞാൻ കണ്ടു, എ കംപ്ലീറ്റ് അൺനോൺ. കണ്ടപ്പോൾ എനിക്ക് മോളിവുഡ് ടൈംസിലെ നസ്ലിൻ്റെ ലേറ്റസ്റ്റ് മൂവിയിലെ വളരെ ഒരു സിമിലാരിറ്റി ഉണ്ട് ഇവർ തമ്മിൽ. മോളിവുഡ് ടൈംസ് കണ്ടിരുന്നോ? വണ്ടർഫുൾ മൂവി. അപ്പോൾ നസ്ലിനും ടിംതിയും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എപ്പോഴും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് വാച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫേവറേറ്റ് ആക്ട്രസ് എപ്പോഴും എമ്മ സ്റ്റോൺ ആണ്. പിന്നെയും സിമിലാരിറ്റീസ് പറയുകയാണെങ്കിൽ ജൂലിയ റോബർട്സ് ടു അമല ക്ലീനി, യങ്ങർ ബ്രാഡ് പിറ്റ് ടു മിസ്റ്റർ ടോവിനോ തോമസ്. അത് ഒരു മൂവി ഉണ്ട്, ബ്രാഡ് പിറ്റിന്റെ പേര് ഞാൻ മറന്നു. ഇൻ ദാറ്റ് മൂവി ബ്രാഡ് പിറ്റ് റോഡ് എ റെഡ് ചീഫ് മോട്ടോർ സൈക്കിൾ, ഒരു ബ്യൂട്ടിഫുൾ റെഡ് കളർ, ഒരു ഇന്ത്യൻ ചീഫ് മോട്ടോർ സൈക്കിൾ. ആ മൂവിയിൽ ഐ ഫെൽറ്റ് എക്സാക്ട്ലി ലൈക്ക് ടോവിനോ തോമസ് ഇൻ ദാറ്റ് സീൻ. ദ മൂവി ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്, വണ്ടർഫുൾ മൂവിയാണ്. പിന്നെ ഐ ഓൾസോ ഫീൽ ആമിർ ഖാൻ ഇൻ PK
bears a strong resemblance to Tom Hanks in ഫോറസ്റ്റ് ഗംപ്. ഫോറസ്റ്റ് ഗംപ് എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഗംപ് ആണ് ഞാൻ ഏറ്റവും അധികം വാച്ച് ചെയ്തൊരു മൂവി. ഐ ഹാവ് വാച്ച്ഡ് ഇറ്റ് മോർ ദാൻ മണിച്ചിത്രത്താഴ്. എല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു മൂവി ആയിരിക്കും മണിച്ചിത്രം, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു മൂവി ഫോറസ്റ്റ് ഗംപ് ആണ്. അപ്പോൾ എനിക്ക് അമീർ ഖാനും ഫോറസ്റ്റ് ഗംപിലെ ടോം ഹാങ്സുമായിട്ട് വളരെ സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറെ ഉണ്ട് അങ്ങനെ പറയാനാണെങ്കിൽ കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്രയ്ക്ക് അങ്ങ് ആക്റ്റീവ് അല്ല, അതെന്തുകൊണ്ടാ? അതെന്ന് വെച്ചാല് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നതിൽ എനിക്ക് പ്രശ്നം തോന്നിയെന്തെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെപ്പോഴും കുറേ നെഗറ്റിവിറ്റി ഒക്കെ കാണുന്നുണ്ട് ഇതില്. പിന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഇതിന് മാറി നിൽക്കാനും പറ്റില്ല. നമ്മുടെ വർക്കൊക്കെ കൂടുതലും ആൾക്കാർ അറിയുന്നതും ഇപ്പം പുസ്തകങ്ങളാണെങ്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു നോക്കിയയുടെ ഒരു കീപാഡ് ഫോണുണ്ട്, ഞാനത് ആക്റ്റീവ് ആക്കും. ഒരു ഫ്ലിപ്പ് ഫോണുണ്ട് പഴയൊരെണ്ണം. എനിക്ക് എൻ്റെ ഫ്രണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് അതാണ്, അഖില എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അവള് വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നെ. കാരണം ഞാൻ ഓവറായിട്ട് എൻ്റെ ടൈം സോഷ്യൽ മീഡിയയിൽ കൺസ്യൂം ചെയ്യണമെന്ന് തോന്നിയ സമയത്ത് തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് അവള് ഈ ഫോൺ ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എടുക്കാതെ ഓണാക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കും, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ. പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കൂടുതലും അതിലാണ് വരുന്നത്. ഈ നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടും നമ്മുടെ ടൈം വളരെ കൺസ്യൂം ചെയ്യും. നെഗറ്റിവിറ്റി മീൻസ് എന്താ ഉദ്ദേശിച്ചത്? നെഗറ്റിവിറ്റി മീൻസ് നെഗറ്റീവ് പീപ്പിൾ ഓൾസോ. അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കേട്ടോ, അത് നമ്മുടെ റിയൽ ലൈഫിലും. ഞങ്ങളുടെ ഒരു എല്ലാ ഫാമിലി ഗ്യാതറിങ്ങിനും ഒരു ആൻറ്റി ആയിരുന്നു. ഞാൻ എവിടെ ചെന്നാലും ഈ ആൻറ്റി എന്നെ പിടിക്കും. നമ്മളെ മനഃപൂർവ്വം ടീസ് ചെയ്യും, ജെൻഡർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ. നീ എന്താ കല്യാണം കഴിക്കാത്തേ? ഇങ്ങനെ ഇപ്പോഴെല്ലാം ഞാനൊരു 10-20 വർഷം മുന്നേ ഉള്ള കാര്യം പറയുന്നത്, ഇപ്പോഴൊന്നും അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ പേരൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മുതിർന്ന ആൾക്കാരോട് അങ്ങനെ പറയരുത്, അത് റെസ്പെക്റ്റ് ഇല്ലായ്മയാണ്, അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്, അവരെന്ത് പറഞ്ഞാലും നമ്മൾ നല്ല കുട്ടിയായിട്ട് നിന്നോളണം. ഇതന്നെ എൻ്റെ അമ്മ എന്നെയും പഠിപ്പിച്ച്. അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ പേരൻസ് അവരെ അങ്ങനെയാണ് പഠിപ്പിച്ച് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ആൻറ്റി എപ്പോഴും എന്നെ ഇങ്ങനെ അവരുടെ ടാർഗറ്റാണ്. ഞാൻ എവിടെ പോയാലും ഇവർ എന്നെ പിടിക്കും. എന്നിട്ടിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും, നീ എന്തെങ്ങനെ നടക്കണേ, കുറച്ചും കൂടി പൗരുഷമായിട്ട് നടന്നൂടെ, കല്യാണം കഴിച്ചൂടെ. അവസാനം ഞാൻ ഈ അമ്മയെ പേടിച്ചിട്ട് ഞാനൊന്നും പറയില്ല, ഞാനൊന്ന് കേൾക്കും, പോവും. അവസാനം എനിക്ക് മടുത്തു. ഞാൻ ചോദിച്ചു, കാരണം എൻ്റെ മുത്തശ്ശി, ഗൗരി മുത്തശ്ശി എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങളുടെ പേരൻസ് ആണെങ്കിലും വളരെ തെറ്റാണെന്ന് തോന്നിയാൽ നമുക്കത് ചോദ്യം ചെയ്യാം, അതിൽ റെസ്പെക്റ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചു, ആൻറ്റിയുടെ മോൻ ഡിവോഴ്സ്ഡ് ആണല്ലേ, രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ടും പരാജയപ്പെട്ടു അല്ലേ, വളരെ കഷ്ടമായി പോയി. അന്ന് അവരെന്നെ വിട്ടു. അന്ന് മുതലാണ് ഞാൻ രക്ഷപ്പെട്ടത്. നമ്മൾക്ക് ഒരു ധൈര്യം വന്നത് എത്രയോ നമ്മളെത്രയോ കളിയാക്കിയതിന് ശേഷമാണ് നമുക്കൊരു ധൈര്യം വന്നത്. അതിനുശേഷം നമ്മളങ്ങനെ പറയാൻ തുടങ്ങി. ഒരു ഫംഗ്ഷന് പോയപ്പോഴാണെങ്കിലും അതൊരു ലേഡിയാണ്, അവര് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, ഇപ്പോഴല്ല കേട്ടോ, കുറെ വർഷം മുന്നെയാണ്, ഞാൻ ഈ റിലേഷൻഷിപ്പിലൊക്കെ ആവുന്നതിന് മുന്നെയാണ്. അവരെന്നോട് ചോദിച്ചു, അവരവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി അവരിങ്ങനെ ചോദിക്കുകയാണ്, ഇങ്ങനെ കുത്തി ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല എല്ലാം ഇങ്ങനെ. പക്ഷെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ when I told her about my boyfriend, I said he works as a chef on a ship. Ship sails all over the world. Someone sees in the US, he's somewhere else. അപ്പോൾ ഞാൻ പറയണം, he calls me from China one day, from Japan the next, from Vietnam the next. അങ്ങനെയാണ് ഷിപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ she made this face at me and said, oh, but the sea looks the same everywhere, so what's the point? I went quiet for 2 seconds. Then I said to her slowly, patiently, no, you're wrong. The sea doesn't look the same everywhere. It changes day by day, hour by hour, minute by minute, second by second. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതാ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ.
പക്ഷെ ഞാൻ വിചാരിച്ചു ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ദേഷ്യപ്പെട്ട ഇവർ അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം എൻ്റെ പേരിൽ ഉണ്ടാക്കി പറയും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, യു ലുക്ക് വൺസ്, യു സീ വൺസ്, യു ബ്ലിങ്ക്, ഇറ്റ്സ് ഓൾറെഡി അനദർ. ഷീ ഡിഡ്ന്റ് സേ എനിത്തിങ് ആഫ്റ്റർ ദാറ്റ്, ഷീ ലെഫ്റ്റ്. പിന്നെ അവർ എന്നെ കണ്ടിട്ട് മിണ്ടിയിട്ടില്ല. അപ്പം നെഗറ്റീവ് പീപ്പിളിനെ നമുക്ക് രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇതുപോലെ നല്ലോണം മറുപടി പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ദം, നെഗ്ലക്ട് ദം കംപ്ലീറ്റ്ലി. രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്നോട് അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ വന്ന് ചോദിച്ചു, അത്രയും പറയേണ്ടിയിരുന്നോ? ഞാൻ പറഞ്ഞു, തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഷി വാസ് എ കംപ്ലീറ്റ് ബ്രാക്കറ്റ്. അപ്പോൾ അങ്ങനെ പിന്നെ അത്ര സംസാരിക്കാതിരിക്കുന്ന നല്ലത് നമ്മൾ ആൾക്കാരുടെ അടുത്തേ. ഇവരെന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ അല്ല, ഇപ്പൊ എന്തായാലും റിലേഷൻഷിപ്പ് ഒക്കെ പോയിട്ട് ഇപ്പൊ ഒത്തിരി ആയില്ലേ? 8 മാസമായി. ഇനിയിപ്പോ ഒരു റിലേഷൻഷിപ്പോ അതിന് ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് നമ്മൾക്ക് ഇങ്ങനെ ലൈഫിൽ വരുമ്പോൾ അതൊരു ചെറിയ കാര്യമില്ല, 5.5-6 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, എൻ്റെ ലൈഫിൽ എങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കും, ഗൗരി നീ എല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്യുന്ന ഒരാളാണ്, പല കാര്യങ്ങളും നീ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്, എന്തുകൊണ്ട് നിനക്ക് ഇത്ര നാളായിട്ടും ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ലവ്, ഒരു പ്രണയബന്ധം ഒരാളുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ലവ് ഹാസ് നോ ഏജ്, നോ ജെൻഡർ, നോ ബൗണ്ടറീസ്. ഇറ്റ് ഡസൻറ്റ് ഫോളോ എനി റൂൾസ് ഓർ കണ്ടീഷൻസ്. ഇറ്റ് ഡസൻറ്റ് വർക്ക് വിത്ത് എനി സർട്ടൻ പാറ്റേൺ ഓർ സംതിങ്. പക്ഷേ ഇതാണ്, നമ്മളൊരു റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോകുന്ന തെറ്റല്ല, ആർക്കും സംഭവിക്കാം. എല്ലാം നോക്കിയിട്ടല്ല നമ്മൾ പ്രണയിക്കുന്നത്. പക്ഷേ റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണെന്ന് അറിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എത്ര പെട്ടെന്ന് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റുമോ അത്രയും നമുക്ക് നമ്മളെ സേവ് ചെയ്യാൻ പറ്റും. കുറെ പഠിച്ചു, 5.5 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. സത്യത്തിൽ സിംഗിളായി ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില മൊമെന്റ് ഓഫ് വൾനറബിലിറ്റി നമുക്ക് തോന്നും, നമുക്കൊരാളില്ലല്ലോ, നമുക്കായിട്ടൊരാളില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ചപലമായ ചിന്തകളെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു പക്വത നമുക്ക് നേടിത്തന്നു. ചിലപ്പം നമ്മളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനായിരിക്കാം ഇങ്ങനെയൊക്കെ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ പോസിറ്റീവായിട്ടാണ് ഇപ്പൊ എടുക്കുന്നത്. ചേച്ചി എന്തൊരു കാര്യത്തെയും എന്താ പറയാ ഭയങ്കര പോസിറ്റീവായിട്ടും തമാശയായിട്ടുമാണ് എടുക്കുന്നത്. അപ്പൊ ആ ചേച്ചിനോട് തന്നെ ഞാൻ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചേച്ചി എന്തായാലും പലതും കാണുന്നതല്ലേ, ആ കൂട്ടത്തില് ചേച്ചി ഈ കമ്മ്യൂണിറ്റി പെട്ട ആളെന്നുള്ള നിലയ്ക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സ് പലരും ലേഡീസും ചെയ്യുന്നുണ്ട്, എങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് കൂടുതലും വൈറലാവാൻ വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു കാര്യത്തോട് ചേച്ചിക്കുള്ള അഭിപ്രായമുണ്ട്? ഒന്നാമത് ഞാനങ്ങനെ കുറെ ആൾക്കാരങ്ങനെ ഫോളോ ചെയ്യുന്നില്ല, മനഃപൂർവ്വം അതിന്റെ കോമന്റ്സ് ഒക്കെ വളരെ, അത് ശരിക്കും ഈ കമ്മ്യൂണിറ്റിയുടെ നിലവാരം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ. കാരണം ആരൊക്കെയോ കുറച്ചു പേര് ചെയ്യുന്ന കാര്യങ്ങളാണ് മൊത്തത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നത്. അത് ഇപ്പോൾ അറ്റൻഷൻ സീക്കിങ്ങിന് ആയിരിക്കാം കുറെ പേര് അത് ചെയ്യുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി അതിലൂടെ കിട്ടുന്നുണ്ടാവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സോഷ്യൽ മീഡിയ കുറെ കാലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിവാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതും ഒന്ന്, ഇതിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറി നിൽക്കണം. പിന്നെ പേഴ്സണൽ ചോയ്സുകളാണ് അത്, നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ അവർ ചെയ്യണേ എന്നുള്ള ഇതായിരിക്കാം അവരുടെ ഒരു ലോജിക്. നമുക്ക് അതിൽ എന്താ അഭിപ്രായം പറയാൻ പറ്റും? സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഇട്ടിട്ട് അവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യുമ്പോൾ ഒരു കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് എണ്ണത്തിൽ കുറവായതുകൊണ്ടാവും, കമ്പാരിറ്റീവ്ലി എണ്ണത്തിൽ കുറവായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നുണ്ടാവാം. പക്ഷേ അത് സ്ട്രിക്ട്ലി പേഴ്സണൽ ചോയ്സസ് ആണ്. ഭയങ്കര വിദഗ്ധമായ ഉത്തരം വരുന്നൊരു ഡിപ്ലോമാറ്റിക് ആൻസർ എന്നുള്ളതിനേക്കാളും എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാവ്യ, ഞാനത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ ഞാൻ വളരെ ഫ്യൂ ആൾക്കാരെ ഫോളോ ചെയ്തിട്ടുള്ളൂ. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കൂടുതൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫിലിം ആർട്ടിസ്റ്റുകൾ, ലിറ്ററേച്ചർ കൈൻഡ് ഓഫ് പീപ്പിൾ, അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഭയങ്കര ആക്റ്റീവോ കാര്യങ്ങളൊന്നും ആക്റ്റീവ് ഒന്നുമല്ല, എന്നാലും പരിചയവും സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ട്. കൂടുതൽ പുതിയ കുട്ടികളൊന്നും എനിക്ക് അത്രക്ക് അറിയില്ല, അവർക്ക് എന്നെ അറിയില്ല. ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറെ ആചാരങ്ങളും കാര്യങ്ങളും ഇല്ലേ, അതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ ചേച്ചി? ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമില്ല. എല്ലാവരും സ്വതന്ത്രമായിട്ട് അവരവരുടെ ജീവിതം ജീവിക്കല്ലേ. പിന്നെ പല കുട്ടികളെ ഇപ്പം
കണ്ടാൽ തന്നെ നമുക്ക് അറിയില്ല കമ്മ്യൂണിറ്റി ആണോ എന്ന് പോലും. ഒരിക്കൽ ഞാൻ മെട്രോയിൽ ട്രാവൽ ചെയ്ത സമയത്ത് ഒരു കുട്ടി വന്ന് സംസാരിച്ചു. എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായില്ല, ഒരു ട്രാൻസ്വുമൺ ആണെന്ന് പോലും മനസ്സിലാവാത്തത്രയും നാച്ചുറൽ ആയിരുന്നു അവര്. എവിടെയും മനസ്സിലായില്ല, സംസാരത്തിലും മനസ്സിലായില്ല, രൂപത്തിലും മനസ്സിലായില്ല. അപ്പോ എല്ലാം ഇങ്ങനെ കുറച്ച് നാച്ചുറലിസ്റ്റിക് വേയിലേക്ക് വന്നോണ്ട് നല്ല കാര്യമാണ്. സോ അതുകൊണ്ട് പഴയ ആൾക്കാരെയാണ് നമുക്ക്, നമ്മുടെ കാലത്തൊക്കെ ഒരുമിച്ച് വന്ന ആൾക്കാരൊക്കെയാണ് നമുക്ക് കൂടുതൽ അറിയുന്നത്. പുതിയ ആൾക്കാരൊന്നും അത്ര അറിയില്ല. ഈ പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും തന്നെ ലിപ്സ്റ്റിക് ഇട്ട് വെപ്പുമുടിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ട്രാൻസ്ജെൻഡേഴ്സ്. പക്ഷെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് പോലും മനസ്സിലായി. അപ്പം ഞാനൊക്കെ പോലും ചില ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ കാണുമ്പോൾ കൊതിച്ച് നിൽക്കും, എന്തൊരു ഭംഗി. പണ്ടത്തെ കാര്യങ്ങളെല്ലാം കുറെ മാറിയില്ലേ? കാരണം ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ രൂപം മാറ്റിയെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളും നന്നായി വന്നിട്ടുണ്ട്. പിന്നെ നാച്ചുറലായിട്ട് ഭംഗി ആയിട്ടുള്ള ആൾക്കാരും നിറയെ ഉണ്ട് ഇപ്പോൾ. ചേച്ചിനാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവും. അതും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്നോട് ഒരാൾ വന്ന് പറയാണ്, ഓ നിങ്ങളെ കണ്ട ട്രാൻസ്ജെൻഡർ ആണെന്നോ ട്രാൻസ് പേഴ്സൺ ആണെന്നോ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ഇപ്പൊ കാവ്യയോട് ഞാൻ പറയാണ്, ഓ താങ്കളെ കണ്ട ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാവുന്നേ ഇല്ല എന്ന് പറയുന്ന ഒരു വിയേർഡ്നെസ് അതിലുണ്ട്. ഒരാൾ വന്ന് പറയാണ്, നിങ്ങളെ കണ്ട ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. അവരെൽപ്പം നമ്മളെ പ്ലേസ് ചെയ്യാനോ നമുക്ക് സന്തോഷമായിക്കോട്ടെ എന്ന്. പക്ഷെ അത് ശരിക്കും സന്തോഷകരമായ ഒരു കാര്യമല്ല. എന്നെ കണ്ട ട്രാൻസ് വുമൺ ആണെന്ന് തന്നെ തോന്നിക്കോട്ടെ, അതിലെന്താ പ്രശ്നം? എൻ്റെ ഐഡന്റിറ്റി അതാണ്. ഞാൻ സ്ത്രീ ആവാൻ വേണ്ടിയോ പൂർണ്ണ സ്ത്രീ ആവാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു മത്സര ഓട്ടം അല്ല, ഇതൊരു റേസ് അല്ല. എൻ്റെ ഐഡന്റിറ്റി ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ്, ഞാൻ ഒരു ട്രാൻസ് വുമൺ ആണ്. നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാനതിൽ ഓക്കെയാണ്. അല്ല നിങ്ങളെ കണ്ട ശരിക്കും പെണ്ണിനെ പോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ആൾക്കാർ പറയുന്ന കുറവാണ്, കുറച്ച് മുൻപൊക്കെ അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കാൻ അതൊരു നിങ്ങളൊരാണാണ്, നിങ്ങളൊരു പെണ്ണാണ് എന്ന് കണ്ടാൽ പറയില്ല എന്ന് തോന്നുന്ന ആ ഒരു വിയേർഡ്നെസ് ആയിരിക്കും എനിക്കതിൽ ഫീൽ ചെയ്യാം. ഇപ്പൊ ഇതുപോലെ തന്നെ ഞാനൊരു ഫംഗ്ഷന് സാരി കൊടുത്തിട്ടുള്ളൊരു ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു കുട്ടി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയാ, അതിനെ കണ്ടിട്ട് എന്തോ പോലെ ഇരിക്കുന്നു, അത് മറ്റേതാണോന്ന്. അത് എനിക്കങ്ങ് വിഷമമായി പോയി അത് കേട്ടിട്ട്. വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കണ്ടീഷനിങ്ങിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഇന്ന ആൾക്കാർ ഇന്ന പോലെ ഇരിക്കണം, ഇന്ന ആൾക്കാർ ഇന്ന പോലെ ഇരിക്കും. ഒരു പെണ്ണായാലും ഇങ്ങനെ വേണം, ആണായാലും ഇങ്ങനെ വേണം, ട്രാൻസ്ജെൻഡർ ആയാലും അവരിങ്ങനെയാണ്. ഇങ്ങനെ അവരെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് വെച്ചിട്ടായിരിക്കും അവരെ നമ്മൾക്ക് ഒരു ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. അവരുടെ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ ഒരു തെറ്റല്ലല്ലോ. അത് നമ്മൾ ഇപ്പം അവര് നമ്മളുമായിട്ട് സഹകരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ധാരണ മാറും. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പേടി ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, ഇവര് എന്തോ ഒരു സ്കെയറി പീപ്പിൾ. ഇപ്പം മാറിയില്ലേ അതൊക്കെ? ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഈ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരുപാട് പേരായിട്ട് കമ്പനി ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തൊക്കെ സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നീ അവരുടെയൊക്കെ കൂടെ നടന്ന് നിന്നെയും അങ്ങനെയാണെന്ന് വിചാരിക്കും ഈ ഒരിത്. പിന്നെ എന്തിനാ ഇവരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കുന്നേ എന്ന് ഡയറക്റ്റ് ചോദിക്കുന്നവരുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഒരു ഇന്റർവ്യൂ വരുവാണെങ്കിൽ അതിന് താഴെ വരുന്ന, നമ്മുടെ ഇന്റർവ്യൂ എന്നല്ല പല ഇന്റർവ്യൂവിന് താഴെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കമന്റാണ്, ഇവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്ന്. ഈ ഒരു ചോദ്യം ഞാൻ ചേച്ചിനോട് ചോദിക്കുകയാണ്. ചേച്ചിക്ക് എന്താണ് ഈ ഒരു ചോദ്യത്തിനായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നത്? അത് അവര് ചോദിക്കുന്നതിന് അവർക്കൊരു എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. പക്ഷെ എപ്പോഴും നമ്മൾക്കൊരു എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞാലും, പണം ഉണ്ടെന്ന് പറഞ്ഞാലും, വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ പ്രിവിലേജ് ഉള്ള ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞാലും, ഒരു ട്രാൻസ്ജെൻഡറിന്റെ ജീവിതം ഡിഫിക്കൽട്ട് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. കഷ്ടത അനുഭവിക്കുന്നവരെല്ലാ ജെൻഡറിലും ഉണ്ട്, സ്ത്രീകളിലും പുരുഷനും. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഓരോ കാര്യങ്ങൾ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ആ ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യണത്. എൻഡ് ഓഫ് ദ ഡേ നമുക്ക്
തോന്നുകയാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നതിന് നമ്മൾ എത്ര പേർക്ക് ആൻസർ കൊടുക്കണം, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ആയി, അപ്പം നിങ്ങൾ എന്തുകൊണ്ട് സ്ത്രീ ആയിരിക്കുന്നു എന്നുള്ളതിന് കാവ്യക്ക് കുറെ പേർക്ക് അതിന് ഒരു റീസൺസ് കൊടുക്കണം, അവരെ തൃപ്തിപ്പെടുത്തുന്ന മറുപടികൾ കൊടുക്കണമെങ്കിൽ നിങ്ങളത് ടയേർഡ് ആവും, എക്സോസ്റ്റഡ് ആവും. ഈ പലർക്കും പല രീതിയിലുള്ള ക്രൈസിസ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു ഓഫീസിൽ ജോലിക്ക് പോകാത്തതുകൊണ്ട് എനിക്ക് ആ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. ഓഫീസിൽ എനിക്ക് ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം, ഞാനൊരു 9 to 5 ജോബിന് പോകാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പോകുന്നവർക്ക് പ്രശ്നം ഉണ്ടാവാം, ജോലിയുടെ പ്രശ്നങ്ങൾ, ജീവിതം. ഓരോ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും ജീവിതം, വേറെ എല്ലാ ഡിഫറൻസും മാറ്റി നിർത്തിയാലും ഓരോ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും ജീവിതം ബുദ്ധിമുട്ടും വെല്ലുവിളികളും നിറഞ്ഞതാണ്. അത് പലർക്കും പല രീതിയിലുള്ള ചാലഞ്ചസ് ആണെന്ന് മാത്രം മനസ്സിലായോ. പക്ഷേ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, പുതിയ കുട്ടികളായിക്കോട്ടെ, ഇപ്പോൾ കാവ്യ പറഞ്ഞ പോലെ ഇപ്പോൾ കമ്മിങ് ഔട്ട് ചെയ്യാത്തവരും പേടിച്ചിരിക്കുന്നവരൊക്കെ, എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, even when we face many difficulties, many disappointments, many refusal, many struggles, most important thing is to live life true to our own identity. അതിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് വേറൊന്നിലും കിട്ടില്ല. നിങ്ങൾക്ക് എത്ര പണം ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര വലിയ ജോബിലിരുന്നാലും, നിങ്ങൾ വേറൊരാളായിട്ട് ജീവിക്കുകയാണെങ്കിൽ വാട്ട്സ് ദ പോയിന്റ്? നമ്മളായിട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡം, ദാറ്റ് ഇസ് ഇമ്മൻസ്, ദാറ്റ് ഇസ് ഹ്യൂജ്. അത് മാത്രമേ പറയാനുള്ളൂ നമുക്ക്. അപ്പോൾ എന്തിനാ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്കത് കാണാതിരിക്കാനും ഒരു ചോയ്സ് ഉണ്ട് അല്ലേ. സ്കിപ്പ് ചെയ്യാം, അവർക്ക് വേറെ ടിക്ടോക്ക് വീഡിയോസ് കാണാം, എന്റർടൈൻമെന്റ് കാണാം അല്ലേ. ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ അവർ കാണിക്കുന്നു. പക്ഷേ ഓരോരുത്തർക്ക് ഓരോ സ്റ്റോറീസ് ആണ് പറയാനുണ്ടാവുന്നത് അല്ലേ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പലപ്പോഴും പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാമല്ലോ, കാരണം ഒരു കുട്ടി ജനിക്കുന്നത് ഒരിക്കലും ഇപ്പം ഞാൻ ജനിച്ചത് എൻ്റെ അച്ഛനോടും അമ്മേനോടും എന്നെ ജനിപ്പിക്കുമെന്ന് ചോദിച്ചിട്ടല്ല. നമ്മള് ചോദിക്കാതെ തന്നെ നമുക്ക് ജന്മം തന്നു. അപ്പൊ നമ്മളിങ്ങനെ ആയിപ്പോ അതിന്റെ കുറച്ചെങ്കിലും ഉത്തരവാദിത്വം അവർക്ക് കൂടി ഉള്ളതല്ലേ. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞേ, എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചത് അതാണ്. ഇതൊരു പ്രശ്നമായിട്ടോ ഒരു കുഴപ്പമായിട്ടോ അമ്മ കാണുന്നുണ്ട്, നിനക്ക് ഈ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തതല്ലോ. നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചൂസ് ചെയ്യുന്നതാണ്. പലർക്കും ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്ന ഇത് നിങ്ങൾ വെറുതെ കാണിക്കുന്നതാ. ആ ഒരു ധാരണയാണ് മാറേണ്ടത്. അതെ, ആ ധാരണ മാറാത്ത ഒരുപാട് പേര് ഇന്നും ഉണ്ട്. ആരും മനഃപൂർവ്വമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആയിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ എടുക്കില്ല. അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാ. എന്തൊക്കെ നിങ്ങൾ ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കാം, നല്ല ജോലി ഉണ്ടായിരിക്കാം, ഫെയിം ഉണ്ടായിരിക്കാം, എന്നിരുന്നാലും ഈ ജീവിതം ബുദ്ധിമുട്ടേറിയൊരു ജീവിതമാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ്. അപ്പോൾ ഞാൻ ട്രാൻസിഷനൊക്കെ കുറച്ചിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വലിയ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ബേസിക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് HRT ഒക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു സമയത്ത് ഒരു അങ്കിൾ വീട്ടിൽ വന്നു. അദ്ദേഹം വളരെ പണ്ട് എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി കാവ്യോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഞാൻ എഴുതോ വായിക്കെന്തോ ചെയ്യാണ്. അപ്പോൾ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എന്നെ ഒരു 10-15 വർഷം മുന്നേ കണ്ടിരുന്ന ഒരു പയ്യനായിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഓർമ്മയാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ കുറച്ച് മാറിയല്ലോ. ഒരു 10-15 വർഷത്തിന് ശേഷം അദ്ദേഹം എന്നെ കണ്ടപ്പം അദ്ദേഹത്തിന്റെ മകളുടെയോ കൊച്ചുമകളുടെയോ എന്തോ കല്യാണത്തിന് ഇൻവിറ്റേഷൻ കൊണ്ടുവന്നു. അപ്പൊ അമ്മയില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, അങ്കിൾ അമ്മയില്ല, അപ്പോൾ ഇൻവിറ്റേഷൻ തന്നു. മോളാണോ മോനാണോ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്. പിന്നെ ഞാൻ അതിന് ആൻസർ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇൻവിറ്റേഷൻ മേടിച്ചിട്ട് പറഞ്ഞു, ശരി അങ്കിൾ, ഞാൻ അമ്മ വരുമ്പോൾ പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോയി. ഞാൻ ഇൻവൈറ്റ് ഒന്നും ചെയ്തില്ല അകത്ത് വരാൻ. അത്ര എനിക്ക് പരിചയവുമില്ല, അത്ര അടുത്ത ബന്ധമൊന്നും അല്ല. അപ്പം അദ്ദേഹം പോയി. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ടും തോന്നി. മോനാണോ മോളാണോ? പുള്ളി കൺഫ്യൂസ്ഡ് ആയി.
ഞാൻ അതിന് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ടി വരും. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മാറി അങ്കിൾ, പ്രായമായ ഒരാളാണ്, അദ്ദേഹത്തിന് എത്രമാത്രം അത് മനസ്സിലാവുമെന്നും അറിയില്ല. ഇതാരുടെയും പ്രശ്നമല്ല, അദ്ദേഹത്തിന്റെ കുറ്റമല്ല, എൻ്റെ കുറ്റമല്ല, ഒന്നുമല്ല. അപ്പോൾ നമ്മളൊക്കെ ഒരു ജെൻഡറിൽ നമ്മളുടെ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ വേണ്ടി കുറെ പേർക്ക് മറുപടികൾ കൊടുക്കേണ്ട, ഒരു വിശദീകരണം കൊടുക്കേണ്ട അവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊട്ടും പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതമാണ് എല്ലാവരുടെയും, ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ. ഇപ്പോൾ അവരുടെ കഥകൾ ആൾക്കാരിലേക്ക് എത്തേണ്ടത് ഓരോരുത്തർക്കും ഓരോ കഥകളാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പലരുടെ കഥകളും സമൂഹം കേൾക്കേണ്ട കാര്യങ്ങളുണ്ടാവാം, അല്ലേ? നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളുണ്ടാവാം. പോകത്തല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കത് കാണാതിരിക്കാനുള്ള ചോയ്സ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലേ? നമ്മളായിട്ടിരിക്കുക, ബി യുവർ സെൽഫ്. അല്ലെങ്കിൽ ആരെങ്കിലും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അവരെന്ത് വിചാരിക്കുന്നു, ഇവരെന്ത് വിചാരിക്കുന്നു, വീട്ടുകാർക്ക് വിഷമാവോ, നാട്ടുകാർക്ക് വിഷമാവോ, ബന്ധുക്കൾ അംഗീകരിക്കില്ലേ, ഇതൊന്നും നമ്മളല്ലാതായിരിക്കാനുള്ള എക്സ്ക്യൂസുകളല്ല. കുറെ നാളൊക്കെ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. അമ്മയ്ക്ക് വിഷമാവും, വീട്ടുകാർക്ക് വിഷമാവും, നാട്ടുകാർക്ക് വിഷമാവും, ബന്ധുക്കള് അംഗീകരിക്കില്ല. നമ്മുടെ ജീവിതം നമ്മളാണ് ജീവിക്കേണ്ടത്. നമ്മൾ ആരുടെയും ഒരു തുടർച്ചയല്ല. നമ്മുടെ മാതാപിതാക്കളുടെയോ നാട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒരു തുടർച്ചയല്ല. നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. നമ്മളായിട്ട് ജീവിക്കുക തന്നെയാണ് വേണ്ടത്. അല്ലാതെ അതിലെ ഒരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ചേച്ചി ഇനി അടുത്തതായി ഇപ്പൊ 2 ബുക്ക് ഇറങ്ങി, മൂന്നാമത്തെ ബുക്ക് ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ബുക്സ് എഴുതാനും, എന്താ പറയാ, എല്ലാവരും ലോകം അറിയപ്പെടുന്ന ഒരു റൈറ്റർ ആവാനും ഇനിയും എനിക്ക് പറയാൻ പറ്റില്ല. കേരളം അറിയപ്പെടുന്ന അത്ര, കേരളം കഴിഞ്ഞ് ഇന്ത്യ കഴിഞ്ഞ് ഏഷ്യ കഴിഞ്ഞിട്ട് ലോകത്തിലേക്ക് പോകും. എന്തായാലും ഒത്തിരി റെഫറൻസ് ഒക്കെ എടുക്കുന്ന ആളല്ലേ, പറയാൻ പറ്റില്ല. അപ്പം ഇനിയും എനിക്ക് വലിയൊരു ആളായിട്ട് ഒരു ഇന്റർവ്യൂ കിട്ടും. ഞാൻ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അത് ചിലപ്പോൾ എന്നെ കുഴപ്പമാവാം. വലിയ ആശകള്, എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം. ഞാനൊന്ന് ആശംസിച്ചോളൂ, കുഴപ്പമില്ല, നോ പ്രോബ്ലം, താങ്ക് യു. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ആളായിട്ട് ഇനിയും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ സുഖിപ്പിച്ചേ വിടുള്ളൂ. ഓക്കെ, ഇനി എങ്ങാനും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വിളിക്കാലോ. വീണ്ടും വിളിക്കാം. താങ്ക് യു കാവ്യ, താങ്ക് യു സോ മച്ച്.